ഹലോ, നമസ്കാരം. 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 ശ്രീയേഷ് അല്ലേ? അതെ അതെ അതെ. ശ്രീയേഷ് കണ്ണൂരാണ്. അപ്പം ഇദ്ദേഹം എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിനോട് ചോദിക്കേണ്ട എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, കാവുകളും ക്ഷേത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ക്ഷേത്രങ്ങൾ എന്താണ്, കാവുകൾ എന്താണെന്ന്. പക്ഷേ ഇതിൻ്റെ വ്യത്യാസം എന്താണെന്ന് നമ്മുടെ ഈ കൂട്ടുകാരൻ കറക്റ്റായിട്ട് പറഞ്ഞു തരും. ഒന്ന് കേൾക്കാം. നമ്മളെല്ലാവരും ക്ഷേത്രത്തിലെ ഉത്സവത്തിനും കാവിലത്തറകൾക്കൊക്കെ പോകാറുള്ള. അപ്പം നമുക്ക് അറിയത്തില്ല കാവുകളിൽ എന്തുകൊണ്ട് ഉത്സവം ഉണ്ടാവാറില്ല, അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ എന്തുകൊണ്ട് തിറ ഉണ്ടാവാറില്ല. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയാം ഏരിയ. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഏരിയ, അതായത് ഒരു 10-ൽ കൂടുതൽ കുടുംബങ്ങൾ അല്ലെങ്കിൽ 10-ൽ ആ പെർട്ടിക്കുലർ ഏരിയയിലുള്ള ഒരു ഒരു വിശ്വാസ കേന്ദ്രത്തിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തിൽ കുറഞ്ഞ 300 കുടുംബങ്ങൾ വരും. 300 കുടുംബങ്ങൾ അല്ല, ആ പെർട്ടിക്കുലർ ഏരിയയിലുള്ളതായിരിക്കും. മീൻസ് ആ ഒരു കര, ആ ഒരു കരയുടേതായിരിക്കും ആ ക്ഷേത്രം. അധിപനായിരിക്കും അവിടുത്തെ ദേവൻ. ഓക്കെ. കാവ് എന്ന് പറയുമ്പോൾ എന്താന്ന് വെച്ചാല് 2-3 കുടുംബങ്ങൾ, അവരുടെ ഒരു കുലദേവനായിരിക്കും അവിടുത്തെ കാവിലെ ദേവൻ. അതായത് ആ കാവിലെ ദേവൻ പല വേഷങ്ങളിൽ ആടി വരികയാണ്. അതാണ് കാവും തറകളിലൂടെ ചെയ്യുന്നത്. പല തറകളും നിങ്ങൾ കേട്ടു, പൂങ്കുറ്റി, കരിങ്കുറ്റി. അതൊരു 2-2 ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാവൂ കാവിലെ തറ എന്ന് പറയുന്നത്. അല്ല, മറ്റേ ഉത്സവങ്ങളായിട്ടില്ല. ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു 5-6 ദിവസങ്ങൾ ഉണ്ടാവും. 10 ദിവസങ്ങൾ ഉണ്ടാവും. അതായത് ഉത്സവങ്ങളിൽ വേറൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, പല സ്ഥലങ്ങളിൽ നിന്നും വരവ് വരും ആ ക്ഷേത്രത്തിനെ ദർശിക്കാൻ വേണ്ടിയിട്ട്, അവിടുത്തെ ഉത്സവത്തെ ദർശിക്കാൻ വേണ്ടിയിട്ട് മറ്റു പല ക്ഷേത്രങ്ങളിൽ നിന്ന് അല്ല മറ്റു പല ദേവന്മാര് വരാറുണ്ട്. ദേവന്മാര് വരും. ആ വരവ് വരും. ആ വരവിന് ആളുകൾ കൂടും. അപ്പൊ അതൊരു ഉത്സവ പ്രതീതി വരും. ഇതാണ് ക്ഷേത്രവും തെറയും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. കൂട്ടുകാരെ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മളിതെല്ലാം കാണുന്ന കേൾക്കാം. നമ്മൾ കുറേ നാട്ടിലെ കുറേ ഉത്സവങ്ങൾ കാണാറുണ്ട്. നാട്ടിലെ എല്ലാവരും ഈ കാലത്ത് എല്ലാവരും ചിന്തിക്കുന്നത് എന്താ, ഈ നാട്ടു ഉത്സവങ്ങൾ അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ പൂരമാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ കാവിൻ്റെയും ഈ ഒരു ക്ഷേത്രത്തിൻ്റെയും ഒരു വ്യത്യാസം എനിക്ക് ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് ഫസ്റ്റ് ടൈമാണ് എനിക്കിത് ഫീലായത്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി, ഞാൻ പറഞ്ഞു. ഇനിയും ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ എനിക്ക് കമൻസിൽ അത് ഇടണം കേട്ടോ. ഓക്കെ, ബൈ.